അസ്സലാമലൈക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ വളരെ രുചികരമായ നല്ലൊരു നാടൻ മാമ്പഴം പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം. എല്ലാം ഉണ്ട് മിക്സ്. പിന്നെ മാമ്പഴം പുളിശ്ശേരി എൻ്റെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. എൻ്റെ ഡീറ്റെയിൽസ് മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. പിന്നെ നമ്മൾ മാമ്പഴം പുളിശ്ശേരിന് 4 മാമ്പഴം എടുക്കാം. അതിനെ ക്ലീൻ ചെയ്ത് ഒന്ന് വരാം. ക്ലീൻ ചെയ്ത് ഒരു ചട്ടിയിലിട്ട്, മൺചട്ടിയിലാണ് ഞാൻ വെക്കുന്നത്. മൺചട്ടിയിലിട്ട് അത് 2 പച്ചമുളക് ഇട്ട്, കറിവേപ്പില ഇട്ട്, 1/2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് വേവാൻ വെക്കാം. വെന്തതിന് ശേഷം കുറച്ച് അരപ്പ് റെഡിയാക്കാം. കുറച്ച് തേങ്ങ എടുക്കാം. അതിൽ കുറച്ച് മുളക് പൊടി കളറിന് വേണ്ടി ഇടാം. പിന്നെ ജീരകം ഇടാം. ഇട്ട് അരപ്പ് റെഡിയായി ഈ വെന്ത മാമ്പഴത്തിൽ ഇടാം. ഇട്ട് കുറച്ച് തൈരിട്ട് മിക്സ് ചെയ്ത് അത് ചെറുങ്ങനെ തിളക്കുമ്പോൾ അതിനെ മാറ്റി വെക്കാം. പിന്നെ അതിൽ വറുത്തിടാം. കടുക് വറുത്തിടാം. കറിവേപ്പില, കടുക് പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് അതിനെ എടുത്ത് ഈ മാമ്പഴം പുളിശ്ശേരിയിലിട്ട് അത് മാമ്പഴം പുളിശ്ശേരി റെഡിയാണ്. കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ട്, അതിന് മുളയിൽ വെച്ചു. പിന്നെ കുറച്ച് മത്തി ഫ്രൈ ചെയ്തു. കുറച്ച് ചീര തോരൻ ഉണ്ടാക്കി. എല്ലാം റെഡിയായി. കുറച്ച് മാമ്പഴം കട്ട് ചെയ്തിട്ട് വെച്ചു. എല്ലാം റെഡിയായി. നമ്മൾ ഊണെല്ലാം കഴിച്ച്. പിന്നെ അനിയത്തി വന്നിട്ടുണ്ടായിരുന്നു. ഉമ്മറക്ക് പോയിട്ടുണ്ടായിരുന്നു അനിയത്തി. അത് വരുമ്പോഴേക്ക് എനിക്ക് കുറച്ച് സാധനമെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അനിയത്തി യാസ്മി. താങ്ക് യു യാസ്മി. പിന്നെ അത് എല്ലാം നമ്മൾ മിഠായെല്ലാം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായില്ല ആ മിഠായും. അതെല്ലാം കഴിച്ച് നമ്മൾ പിന്നെ കുറച്ച് റെസ്റ്റ് എടുത്തു. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവരും വീഡിയോ കണ്ട് നല്ല അഭിപ്രായം പറയണേ. പിന്നെ കമൻറ്റ് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കമൻറ്റ് എല്ലാവരും ഇടണേ പ്ലീസ്. ബൈ ബൈ. താങ്ക് യു. അടുത്ത വീഡിയോയുമായി വരാം ഇൻഷാ അല്ലാഹ്.